എമ്പുരാൻ സിനിമയുടെ റിലീസിന് പിന്നാലെ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും സൈബർ ഇടങ്ങളിൽ വിദ്വേഷം കൊണ്ട് ചൊരിഞ്ഞ സംഘപരിവാർ പ്രവർത്തകർക്ക് നേരെ ശക്തമായ പോലീസ് നടപടി വരുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. കേരളത്തിന്റെ DGPക്ക് സുപ്രീം കോടതി അഭിഭാഷകൻ സുഭാഷ് തീക്കാടൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കർശന നടപടിക്ക് കേരളത്തിന്റെ DGP ഉത്തരവിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എമ്പുരാന്റെ റിലീസിന് പിന്നാലെ മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ വലിയ തോതിലാണ് വിദ്വേഷം തുപ്പുന്ന തിരക്കിലാണ് കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകരെന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ സംഘപരിവാർ കേന്ദ്രങ്ങളുടെ ഹാൻഡിലുകളിലൂടെ പുറത്തു വരുന്ന ചില ട്രോളുകളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതിലെല്ലാം നിറയുന്നത് വിദ്വേഷവും അന്യമത സ്പർദ്ധയുമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ അവസരത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്റെ മുൻ നിലപാട്, അതായത് സിനിമ കാണുമെന്ന തന്റെ നിലപാട് മാറ്റി പകരം സിനിമ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ BJPയുടെ യുവജന സംഘടനയായ യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷരിൽ ഒരാളായ K ഗണേഷ് പൃഥ്വിരാജിന്റെ IS ബന്ധമടക്കം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയാണ്. രാജീവ് ചന്ദ്രശേഖർ മുൻപ് പറഞ്ഞിരുന്നത് താൻ ഈ സിനിമ കാണുമെന്നും ലൂസിഫർ തനക്ക് ഇഷ്ടപ്പെട്ടു എന്നുമൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വലിയൊരു കുറിപ്പിലൂടെ ഈ സിനിമ കാണുമെന്ന തന്റെ മുൻ നിലപാടിനെ തിരുത്തുന്നുണ്ട്. ആ കുറിപ്പാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ലൂസിഫർ കണ്ടിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു. ലൂസിഫറിന്റെ തുടർച്ചയാണെന്ന് കേട്ടപ്പോൾ എമ്പുരാൻ കാണുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ സിനിമയിൽ 17 ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടെന്നും ചിത്രം വീണ്ടും സെൻസർഷിപ്പിന് വിധേയമാകുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി. മോഹൻലാൽ ആരാധകരെയും മറ്റ് പ്രേക്ഷകരെയും അസ്വസ്ഥരാക്കുന്ന വിഷയങ്ങൾ സിനിമയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സിനിമയെ ഒരു സിനിമയായി കാണണം, അതിനെ ചരിത്രമായി കാണാൻ കഴിയില്ല. സത്യം വളച്ചൊടിച്ച ഒരു കഥ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സിനിമയും പരാജയപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ലൂസിഫർ ഈ തുടർച്ച ഞാൻ കാണുമോ? ഇല്ല. ഇത്തരത്തിലുള്ള സിനിമാ നിർമ്മാണത്തിൽ ഞാൻ നിരാശനാണോ? അതെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. മുൻപ് പറഞ്ഞ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞതിനോടൊപ്പം ഈ സിനിമ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നത്. സംഘപരിവാർ കേന്ദ്രങ്ങളെ ഇത്രമേൽ പൊള്ളിക്കാനുള്ള ഒരു പ്രധാന കാരണം എമ്പുരാൻ എന്ന സിനിമ ഗുജറാത്ത് വംശഹത്യ എന്ന യാഥാർത്ഥ്യത്തെ കൃത്യമായി ചിത്രത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ വൻതോതിൽ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ പൃഥ്വിരാജിനെതിരെ അടക്കം രംഗത്ത് വരുന്നത്. പൃഥ്വിരാജിനെതിരെ ഓർഗനൈസർ എന്ന RSSന്റെ മുഖമാസികയിൽ വന്നൊരു ലേഖനത്തിൽ പൃഥ്വിരാജിനെ വലിയ തോതിൽ ഒരു രാജ്യവിരുദ്ധനായി അല്ലെങ്കിൽ ഒരു ദേശവിരുദ്ധനായി ചിത്രീകരിക്കാൻ സംഘപരിവാർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. മുൻപ് CAA കാലത്ത് പൃഥ്വിരാജ് സ്വീകരിച്ച നിലപാടും ലക്ഷദ്വീപിലെ ജനങ്ങളുടെ പോരാട്ടത്തിന് അദ്ദേഹം പ്രകടിപ്പിച്ച ഐക്യദാർഢ്യവും അദ്ദേഹം മുൻപ് അഭിനയിച്ച ജനഗണമന പോലെയുള്ള സിനിമകളുമൊക്കെ പൃഥ്വിരാജിന്റെ ദേശവിരുദ്ധതയുടെ തെളിവാണ് എന്നാണ് ഈ ലേഖനത്തിൽ അതിന്റെ എഴുത്തുകാരൻ അവകാശപ്പെടുന്നത്. ഓർഗനൈസറിൽ വലിയ തോതിൽ ആ ലേഖനം ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ലേഖനത്തിലടക്കം ഓർഗനൈസർ വ്യക്തമാക്കുന്നത് ഇത്തരം സിനിമകൾക്ക് തങ്ങൾ എതിരാണ് എന്നാണ്. പക്ഷെ എങ്ങനെയാണ് RSS നോമിനികളുള്ള ഒരു സെൻസർ ബോർഡിലൂടെ ഈ സിനിമ പ്രത്യേകിച്ച് വലിയ കട്ടുകളൊന്നുമില്ലാതെ കടന്നു വന്നത് എന്നൊരു സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും സംഘപരിവാർ കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കിയ ഈ അടുത്ത് അവരുടെ ഉറക്കം കെടുത്തിയ ഒരു സിനിമയായി പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ എമ്പുരാൻ മാറിയിരിക്കുകയാണ്. എമ്പുരാനെ ബഹിഷ്കരണ ആഹ്വാനങ്ങൾ കൊണ്ട് തകർക്കാൻ സംഘപരിവാർ കേന്ദ്രങ്ങൾ ശ്രമിക്കുമ്പോൾ എമ്പുരാൻ 48 മണിക്കൂറിനുള്ളിൽ തന്നെ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ഏറ്റവും പ്രധാനമായി എടുത്തു പറയാനുള്ളത് നിരവധി റെക്കോർഡുകളും എമ്പുരാൻ എന്ന സിനിമ ഇതിനോടകം സ്വന്തമാക്കി കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രീ ബുക്കിംഗ് സെയിലുകൾ നടക്കുന്ന ഒരു മലയാള സിനിമ എന്ന റെക്കോർഡ് റിലീസിന് മുൻപ് തന്നെ എമ്പുരാൻ സ്വന്തമാക്കി. ഒരു സിനിമ കേരളത്തിൽ നേടുന്ന ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന റെക്കോർഡും എമ്പുരാന് സ്വന്തമാണ്. അതിന് പിന്നാലെയാണ് ഏറ്റവും വേഗം 100 കോടി ക്ലബിലെത്തുന്ന മലയാള സിനിമ എന്ന റെക്കോർഡും ഇപ്പോൾ എമ്പുരാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സൈബർ ആക്രമണങ്ങൾക്ക് എമ്പുരാൻ എന്ന സിനിമയുടെ വിജയത്തെ തടയാനായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.